സുപ്രഭാതം. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം നമ്മുടെ രാവിലെ കണ്ട കാഴ്ച ഇതാണ്. കണ്ടോ, എല്ലാവരും റൂമിലായതുകൊണ്ട് എല്ലാവരുടെയും വണ്ടികൾ നമ്മുടെ താഴെ തന്നെ ഇരിപ്പുണ്ട്. ഇതെല്ലാം വണ്ടികൾ ഇനിയും ബാക്കിയുണ്ട്. ഇത് ഞങ്ങൾ ഏറ്റവും ടോപ്പിൽ ഞങ്ങൾ താമസിക്കുന്ന റൂമിന് വിട്ട് താഴെ ഉള്ള വണ്ടികളാണ്. ഇനി താഴെയുണ്ട്, നമുക്കത് ഇപ്പോൾ എടുക്കാം. കാല് വയ്യാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് വീഡിയോ എടുക്കാൻ പോകുന്നത്. കുറച്ച് വണ്ടി താഴെ ഉണ്ടെന്ന് പറഞ്ഞത് ഇരിക്കുന്ന ഇത്രയും വണ്ടികളാണ്. അപ്പോൾ ഇതിനകത്ത് പുതിയതും പഴയതുമായിട്ടുള്ള വണ്ടികളുണ്ട്. എന്തായാലും നമ്മളെല്ലാം ഞെട്ടിച്ച് കളഞ്ഞൊരു കാഴ്ച തന്നെ ജെറോമിൻ്റെ വരവായിരുന്നു. ജെറോമിന് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് റെസ്റ്റിലാണ്. ഒരിക്കലും ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചില്ല ജെറോം ഈ റൈഡിൽ വരുമെന്ന്. കാരണം റെസ്റ്റിലിരിക്കുക എങ്ങനെ ജെറോം വരും. അപ്പോൾ അതാണ് ജെറോമിന് റൈഡിനോടുള്ള പാഷൻ, സുഹൃത്തുക്കളോടുള്ള ഇഷ്ടം. എന്തായാലും സുഹൃത്തുക്കളെ കാണാനും വാഹനങ്ങൾ കാണാനും ജെറോം എത്തി. അപ്പോൾ ജെറോമിൻ്റെ ക്ലബിൻ്റെ സപ്പോർട്ട്, വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതേപോലെ അതുപരി പറയുകയാണെങ്കിൽ ഫാമിലിയുടെ സപ്പോർട്ട്, ജെറോമിൻ്റെ മക്കളും വൈഫൊക്കെ കട്ട സപ്പോർട്ടാണ്. കാരണം അപ്പൻ്റെ പാഷൻ അത് എത്രത്തോളം ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടായിരിക്കാം. എന്തായാലും അടുത്ത വർഷം ജെറോമിന് പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരാൻ വേണ്ടി നമുക്കെല്ലാം ദൈവം തമ്പുരാനോട് പ്രാർത്ഥിക്കാം. എല്ലാം പോടാ താഴെ. നമ്മളതല്ല വെക്കുന്നേ. But the music will be on for another 20 minutes. മെക്കാനിക്കാ വണ്ടി പണിയാൻ നേരം ഇതേ വഴിക്ക് വെച്ച് സാമാനം എല്ലാം കൊലവട്ടെല്ലാം കൂടെ പോയിട്ട് ഇങ്ങോട്ട് നോക്കി. എന്ത് സാമാനം? സാമാനം എല്ലാം പോയി കൊലവട്ടെല്ലാം കൂടെ പോയി. ബ്രേക്കിലെന്ന് വെച്ചാൽ ഈ പഴുത്തല വീഴുമ്പോ പച്ചല ചിരിക്കും. ഞങ്ങളുടെ എല്ലാം വണ്ടി കഴുകി കിടന്നപ്പോ ഈവൻ ഈ നാറിക്ക് അഹങ്കാരമായിരുന്നു. അതാ ഇപ്പൊ വണ്ടി ഓടാതെ കിടക്കുക. ഇനിയിപ്പോ നമ്മളിത് ശരിയാക്കിയാലും ഓടാൻ പറ്റത്തുള്ളൂ. അതിന്റെ ഒരു അഹങ്കാരമില്ലേ? പണി
വണ്ടി ഓടത്തില്ല, പൂണ്ടി പോ നിൽക്കുക. ഇവിടെ വരെ വന്നിട്ട് പിന്നെ പൂണ്ടി പോകാതെ ഓരോന്നോരോന്ന് മാറ്റങ്ങൾ വരട്ടെ, മാറ്റത്തിന്റെ ശങ്കുലികൾ മുഴങ്ങട്ടെ. ഫിലിപ്പിന്റെ ആവേശം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഭാഗമായിട്ട് ഫിലിപ്പിന് ഒരു ഫിൽറ്റർ വെച്ച് കൊടുക്കുകയാണ്. ഫ്രീ ആയിട്ടല്ല, പൈസ അയക്കാം. തരാം, പൈസ തരും തരും തരും. അല്ല, വേറെ ഒന്നും കൊണ്ടല്ല ചേച്ചി വെച്ച് കൊടുക്കുന്നത്. ഇത് വെച്ച് കൊടുത്തല്ലേ ഇവ നമ്മുടെ ഏതെങ്കിലും വണ്ടിയിൽ നിന്ന് ഉരുക്കൊണ്ട് പോകും. അതിപ്പോ നമ്മൾ വെച്ച് കൊടുക്കുന്നില്ലേ നല്ലത്, മനസ്സറിഞ്ഞ് വെച്ച് കൊടുക്കുന്നില്ലേ നല്ലത്. ഇവൻ ആ തമിഴിന്റെ വണ്ടി മോട്ടിക്കാൻ നിൽക്കുക. മനസ്സിന് നമുക്ക് മനസ്സിന് ഒരു കുറവില്ല ചേച്ചി. അതുകൊണ്ടാണ് ഇവിടെ തമിഴ്നാട്ടിൽ വരെ ആൾക്കാർ തിരിച്ചറിഞ്ഞു ഹെൽമെറ്റ് ഊരിയപ്പോഴത്തേക്ക്. ഇതുണ്ടല്ലോ വണ്ടി പ്രോപ്പറായിട്ട് ഓടും, എയർ ഫിൽറ്റർ ചെയ്ത് വരുന്നത്. അല്ലെ ഈ പൊടിയെല്ലാം കൂടെ കയറിയിട്ടെ കംപ്ലൈന്റ് ആക്കും. നമ്മളെല്ലാം പോകുമ്പോഴേ എവിടെയെങ്കിലും ഒരു യാത്ര തുടങ്ങുമ്പോൾ നമ്മളെല്ലാം വണ്ടിയെല്ലാം എല്ലാവരും ചെക്ക് ചെയ്യണം. മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത് ക്ലച്ച്, ചെയിൻ ഫസ്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട്. അത് വിജയ് ഇതിന് ക്ലാമ്പ് ഉണ്ട്, അതിപ്പോ ഞാൻ റൂമിൽ നിന്ന് എടുത്തത്. നിങ്ങൾക്ക് ഇത് വാങ്ങാൻ പറ്റിയില്ല, സ്വന്തമായിട്ട് ഉണ്ടാക്കിയാലും ആ ഫിൽറ്റർ ചേഞ്ച് ചെയ്യും. വണ്ടിക്ക് റിസൾട്ട് നല്ലതാണ്. നല്ല രീതിയിൽ പറ. ആഹാരം കഴിക്കുകയാണ്. രാവിലെ പൂരി ഉണ്ടായിരുന്നു, ബ്രെഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പൂരി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, ഇനി പൊങ്കലുണ്ട്. എല്ലാം ഒന്ന് ട്രൈ ചെയ്തിട്ട് ഓക്കെ. ഇങ്ങനെ നോക്കിയേ, കൊഞ്ചം ലൈറ്റാണ്. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഈ ഒരു വണ്ടി ഉണ്ടോ, ഇതൊരു ഫാക്ടറി മെയ്ഡ് വണ്ടിയാണ്. അപ്പോൾ ഫാക്ടറി പെയിന്റുമാണ് കിടക്കുന്നത്. ഇത് തമിഴ്നാടാണ്. അപ്പോൾ തമിഴ്നാട് ആയതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഇത് കാണാൻ പറ്റുന്നത്. കണ്ടോ, അതിന് ഇതേ രീതി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുവാണ്. പേപ്പർ ഭാഗങ്ങളെല്ലാം ഇതിൻ്റെ പക്കയാണ്. നോക്ക്, ആ ഫാക്ടറിയിൽ നിന്ന് വന്ന ഒറിജിനൽ പെയിന്റ് ആണ്. അതെല്ലാം മങ്ങി. ഇതൊരു 70 മോഡൽ ജാവയാണ്. എടുത്താലേ പോകാൻ പറ്റുള്ളൂ. റെഡിയായ റെഡി. എപ്പോ ഇറങ്ങും? ഇറങ്ങാന്നോ? നല്ല ഉറക്കമല്ലോ നമ്മള്. സ്റ്റേ ഒക്കെ കഴിച്ചു നമ്മള് തിരിക്കാൻ പോകാൻ, നാട്ടിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഫിലിപ്പ റെഡിയായോ? നീ ഇതിട്ടോണ്ടാണ് വരുന്നത്? ജാക്കറ്റ് ഇടും. ഓക്കെ ജിതിൻ, ഓക്കെ അല്ലേ? ജിതിൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ലഗേജൊക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുന്നു. നമ്മൾ ഏകദേശമൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള റൂമിലോട്ട് പോയി നോക്കട്ടെ എല്ലാവരും ഓക്കെ ആവുന്നു. അതുകൊണ്ട് ആ പോകുന്ന മുതലാണ് നമ്മുടെ വിവേക്. ബാംഗ്ലൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ് ഇവിടെ. പേഴ്സ് പോയിട്ടുണ്ട്. പൈസ വല്ലതും ഉണ്ടോ? പോട്ടെ. നീ എടുത്തോളാം പേഴ്സ്. ഇവിടെ ആ പാടാ നീ ഉള്ളൊരു കള്ളൻ. ഞാൻ പൈസ എടുക്കത്തില്ല. എഞ്ചിനോ പിസ്റ്റണോ സിലിണ്ടറോ ആക്രി മാത്രം മോഷ്ടിക്കുന്ന മാത്രം മതി. അങ്ങനെ നമ്മൾ റൈഡിനെത്തി കഴിയുമ്പോൾ നമുക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ
ആ ചടങ്ങിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ നിന്ന് അന്നേരം ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ പറ്റിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ സമയത്ത് ആ മാലയെല്ലാം അവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം മാലയൊക്കെ ഇട്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് യാത്ര തിരിക്കുകയാണ്. മഴയ്ക്കുള്ള ചാൻസ്, അപ്പോൾ എല്ലാവരും റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ ഇടുവാണ്. ചേട്ടാ ഇവിടെ പണിക്ക് കയറി, എന്നിട്ട് കാശ് കൊടുത്തില്ല, ദോശ വിടാൻ പറഞ്ഞു. എന്തുവാ കഴിക്കുന്നത്? ചുട്ട ദോശ സൂപ്പർ. എന്തുവാടാ ഫിലിപ്പേ തിന്നുന്നേ? വീണ്ടും മുളക് വെച്ചിയോ? അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ കൊടൈക്കനാലിലെ ബ്രദർഹുഡ് റൈഡ് കഴിഞ്ഞ് നമ്മളെത്തി. ഇപ്പം നമ്മുടെ ടൂൾസ് ഒന്നും അഴിച്ചിട്ടില്ല, കാരണം നമ്മുടെ കയ്യിലിരുന്ന ഡ്രസ്സ് മാത്രമേ അഴിച്ചു വെച്ചുള്ളൂ. വന്ന് വയ്യാതാണ് വന്നത്. നമ്മുടെ കൂടെ വന്ന കുറച്ച് പേർക്ക് പ്രശ്നങ്ങളുണ്ടായി. നമുക്ക് വലിയ പ്രശ്നമില്ലെന്നാണ് വിചാരിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും വയ്യാതായി തീരെ. അപ്പോൾ അടുത്ത വർഷം നല്ലൊരു റൈഡായിരിക്കും ഉണ്ടാകുന്നത്. ഇതിൽ നല്ലൊരു റൈഡായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. സുഖമില്ലായിരുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, വന്നതേ ഉള്ളായിരുന്നു. ഇന്നെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്ന കരുതിയാണ്. വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.